അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചിന്നു അച്ചുവിൻ്റെയും രുക്കുവിൻ്റെയും ബാഗൊക്കെ എടുത്തിട്ട് അകത്തേക്ക് വരികയാണ് കേട്ടോ. അതേസമയം മഞ്ജും എല്ലാവരും വരികയാണ്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ. അതേസമയം മഞ്ജു ഇങ്ങനെ അതിശയപ്പെടുകയാണ്. എന്താ ഇപ്പോൾ ഇവിടെ വന്നത് എന്ന് ചോദിക്കുകയാണ്. അതിന് ശേഷം രുക്കുവിനോട് ചോദിക്കുകയാണ്, എന്താ നീ ഇപ്പോൾ തന്നെ ഇങ്ങോട്ടേക്ക് വന്നത്? ഇവിടെ മുകുന്ദനൊക്കെ ഉണ്ട്, ആ പ്രശ്നം തന്നെ സോൾവ് ആയിട്ടില്ല, പിന്നെ എന്തിനാ നീ വന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അതേസമയം രുക്ക് പറയേണ്ട അതൊക്കെ ഉണ്ട് ചേച്ചി, അതൊക്കെ വഴിയേ ഞാൻ പറയാം. അച്ചു വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അതേസമയം അർച്ചനയ്ക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എൻ്റെ അച്ചൂട്ടൻ എത്ര വലുതായാലും എത്ര പോലീസ് ഓഫീസറായാലും നീ ഇവിടുത്തെ പഴയ അച്ചൂട്ടൻ തന്നെയാണ്, അതിന് നിനക്ക് യാതൊരു കുഴപ്പമില്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം അച്ചു പറയാണ്, ഞാൻ പഴയതൊന്നും മറന്നിട്ടില്ല, എങ്കിലും ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്, നീ പഴയത് പുഴുതിയത് ഒന്നും പറയണ്ട, രുക്കുവിനോട് ആരും ഇനി ഒരു കാര്യവും ചോദിക്കില്ല എന്നിങ്ങനെ പറയുമ്പോൾ മൂന്നിന് വലിയ അച്ചു വന്നതിൽ സന്തോഷമുണ്ട്. പക്ഷേ രുക്കുവിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ മൂന്നിന് ആകെ മൊത്തം ഒരു ഇതാണ്. എന്താ ചന്ദ്രകാന്തത്ത് നിങ്ങളെ പറഞ്ഞയച്ചതാണോ എന്നിങ്ങനെ മൂന്തൻ ചോദിക്കുമ്പോൾ, ചന്ദ്രകാന്തത്ത് നിന്ന് പറഞ്ഞയച്ചതൊന്നുമല്ല, എനിക്കെന്താ അമ്പാട്ടി വീട്ടിലേക്ക് വരാനുള്ള അവകാശമില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അച്ചൂട്ട. അത് കേൾക്കുമ്പോൾ അർച്ചന മാത്രം, അത് ശരിയല്ല, അവകാശമല്ല, അധികാരമുണ്ട് നിനക്ക് ഈ വീട്ടിലേക്ക് വരാനുള്ള പൂർണ്ണ അധികാരമുണ്ട്. നീ അതുകൊണ്ടല്ലേ നീ രുക്കുവിനെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നപ്പോൾ ഞാൻ നിലവിളക്ക് എടുത്ത് സ്വീകരിച്ചത്. ഇനി പഴയ കാര്യങ്ങളൊന്നും ആരും ഒരു കാര്യവും ഓർത്ത് സംസാരിക്കേണ്ട എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം അച്ചും രുക്കും കൂടിയിട്ട് റൂമിലേക്ക് പോവുകയാണ്. റൂമിലേക്ക് പോയതിന് ശേഷം മഞ്ജു വീണ്ടും രുക്കുവിനോട് ചോദിക്കുന്നുണ്ട്, എന്താ രുക്കു നീ പിന്നെയും വന്നത്? ഞാനാണെങ്കിൽ ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരില്ല, നീ എന്തിനാ വന്നത് എന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ ഉണ്ട് ചേച്ചി, വഴിയെ ചേച്ചിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവും എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം മഞ്ജു വിചാരിക്കേണ്ടത് ഇനിയാണ് കാര്യങ്ങൾ നടക്കുന്നത്, അവൾ ഒന്നും കാണാതെയല്ല വന്നിരിക്കേണ്ടത്, എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്ന് മഞ്ജു വിചാരിക്കണം കേട്ടോ. അതേസമയം വിജയശങ്കറിന് ആകെ ഇരിക്കപ്പൊറുതിയില്ല കേട്ടോ. എന്തായി അവിടുത്തെ കാര്യങ്ങൾ എന്നറിയാം എന്ന് പറഞ്ഞിട്ട് രുക്കുവിനെ വിളിക്കുകയാണ്. രുക്കുവിനെ വിളിക്കുമ്പോൾ രുക്കുവിനോട് വിജയശങ്കർ ചോദിക്കുന്നുണ്ട്, അവിടുത്തെ സ്വീകരണമൊക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ, ഇവിടെ കുഴപ്പമൊന്നുമില്ല, അവർക്കൊരു പ്രശ്നമില്ല എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. എനിക്കാണ് ഒരു മടി എന്നിങ്ങനെ പറയണം. നീ മടിയൊന്നും വിചാരിക്കേണ്ട, അർച്ചന നിന്നെ എന്തെങ്കിലും പ്രശ്നം പറഞ്ഞു വെച്ചപ്പോൾ ഇല്ല, അവരുടെ സ്വീകരണങ്ങളൊക്കെ നല്ലതായിരുന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അർച്ചൻ്റെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ ചന്ദ്ര അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ വിജയശങ്കർ വിഷയം മാറ്റിയാണ്, നീ നല്ലപോലെ ഭക്ഷണം കഴിക്കണം, നന്നായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം, ഇവിടുത്തെ പോലെ അല്ലല്ലോ അവിടെ എന്നിങ്ങനെ പറയണം. അതേസമയം രുക്ക് വിചാരിക്കേണ്ടത് ഇതെന്ത് പറ്റി ഈ ഏട്ടന് എന്ന് വിചാരിക്കണം കേട്ടോ. പരസ്പര ബന്ധമില്ലാതെയാണല്ലോ സംസാരിക്കണത് എന്ന് പറഞ്ഞിട്ട് വിജയശങ്കർ ശരിയെന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് കേട്ടോ. അതേസമയം ചന്ദ്ര ചോദിക്കുന്നത്, നിങ്ങൾ ആരെയും വിളിച്ചത് എന്ന് ചോദിക്കുന്നത്. രുക്കുനിയാണ് വിളിച്ചത്, എന്തൊക്കെയാണ് അവളുടെ കാര്യങ്ങൾ എന്നുള്ളത് അറിയാനാണ് എന്നിങ്ങനെ പറയുമ്പോൾ ചന്ദ്ര പറയേണ്ടത്, നിങ്ങളെ അങ്ങനെ പറയണ്ട, നിങ്ങൾ അർച്ചൻ്റെ കാര്യമല്ലേ തിരക്കിയത് ചോദിക്കും. അല്ലല്ലോ, ഞാൻ അർച്ചൻ്റെ കാര്യമൊന്നും തിരക്കിയില്ലല്ലോ എന്ന് പറയും. നിങ്ങൾ അമ്പാട്ട് വീട്ടിലേക്ക് ആരെങ്കിലും ഫോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അർച്ചനയുടെ കാര്യമാണ്, തിരക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് ബോധം എനിക്ക് നന്നായിട്ടുണ്ട് എന്നിങ്ങനെ പറയണം. നീ വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, നീയൊന്ന് പൊയ്ക്കോ എന്ന് പറയണം കേട്ടോ. ഞാനിവിടെ നിന്ന് പോവില്ല, നിങ്ങളും ഇവിടെ നിന്ന് പോവില്ല, എന്തായാലും ശരി, ആ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചിട്ട് തന്നെ ബാക്കി കാര്യങ്ങളുള്ളൂ എന്ന് പറഞ്ഞ് ചന്ദ്ര വിജയശങ്കറിൻ്റെ അടുത്ത് വെറുതെ ബഹളം വെക്കുകയാണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ അർച്ചന അച്ചുവിനൊരു കാപ്പി കൊണ്ടുവന്ന് കൊടുക്കണം കേട്ടോ. അതിനുശേഷം കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ചുവിനോട്. എവിടെ രുക്കു, എവിടെ, പുറത്തൊന്നും കാണാനില്ലല്ലോ എന്ന് ചോദിക്കും. അറിഞ്ഞുകൂടാ എന്ന് പറയണം കേട്ടോ. അവൾ റൂമിനകത്ത് തന്നെ ഇരിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അറിഞ്ഞുകൂടാന്നിങ്ങനെ മൂളുകയാണ് കേട്ടോ. അതേസമയം അവൾക്ക് മടിയായിരിക്കും, അതുകൊണ്ടായിരിക്കും 2 ദിവസം കഴിഞ്ഞാൽ ശരിയായിക്കോളും എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം നീയെ ക്യാമ്പിലേക്ക് പോകുമ്പോൾ നിനക്ക് എത്ര മുടി ഉണ്ടായിരുന്നതാണ്, അതൊക്കെ ക്യാമ്പിൽ പോയപ്പോൾ മുടിയൊക്കെ വെട്ടിക്കളഞ്ഞൂല്ലേ എന്നിങ്ങനെ എല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ അച്ചുവിൻ്റെ തലയെ കൂടെ അങ്ങനെ വിരലോടിക്കുകയാണ് കേട്ടോ, മുടിയൊക്കെ ചോദിച്ചിട്ട്. അതേസമയം അച്ചു ആ കൈയെടുത്ത് താഴെ വെക്കുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ അർച്ചന ചോദിക്കേണ്ടത്, എന്താ നിനക്ക് വല്ല ഡ്രസ്സ് ഉണ്ടല്ലോ, നല്ല ബുദ്ധിമുട്ടല്ലോ, നിനക്ക് ജോലിയിൽ വല്ല ബുദ്ധിമുട്ടുണ്ടാവുമോ, ഇങ്ങനത്തെ ജോലിയൊക്കെ ആകുമ്പോൾ വല്ല ബുദ്ധിമുട്ടും ഉണ്ടാവും എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം അങ്ങോട്ടേക്ക് മഞ്ജും വരികയാണ് കേട്ടോ. പിന്നെ ഇവിടെ പിന്നെ ഭയങ്കര പ്രശ്നങ്ങളാണല്ലോ, അതുകൊണ്ട് തന്നെയാണ് എന്നിങ്ങനെ അച്ചു പറയണം കേട്ടോ. അതേസമയം എന്താ മോനെ എന്താണ് എന്ന് അർച്ചന ചോദിക്കുമ്പോൾ, ഇന്നല്ലേ ജെയ്ക്ക് താക്കോല് തരാൻ പറഞ്ഞിരിക്കുന്നത്, ചേച്ചി എന്തായാലും പോയിട്ട് അത് വീടിൻ്റെ താക്കോല് വാങ്ങിച്ചിട്ട് വായോ എന്ന് പറയും. ശരി, ഇന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്, ഞാൻ എന്തായാലും പോകാം എന്ന് പറയണം കേട്ടോ. അതേസമയം അർച്ചന മഞ്ജുവിനോട് പറഞ്ഞിട്ട്, ശരി ഞാൻ എന്നാൽ പോയിട്ട്
ചാവി വാങ്ങിയിട്ട് വരാം, അയാൾ എങ്ങോട്ടേക്കും പോകുമ്പോഴേക്കും വാങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അർച്ചന പോവുകയാണ് കേട്ടോ. അർച്ചന അങ്ങോട്ട് പോയതും തന്നെ മഞ്ജു അച്ഛനോട് പറയും, എനിക്ക് തോന്നുന്നില്ല അയാൾ ചാവിയൊന്നും കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അയാൾ ഒഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിങ്ങനെ പറയും. അപ്പോൾ അത് കേൾക്കുമ്പോൾ അച്ചു ചോദിക്കണേ, എന്താ അത് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, നീ ഇവിടെ എന്തായാലും കുറച്ച് ദിവസം ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് നിനക്ക് മനസ്സിലാവും എന്നിങ്ങനെ പറയണം കേട്ടോ. മഞ്ജു കോള് വെച്ചിട്ടാണ് പറഞ്ഞത്, പക്ഷെ അച്ചുവിനത് വ്യക്തമായിട്ട് മനസ്സിലാകുന്നില്ല. അതേസമയം അർച്ചന ജെ.കെയുടെ വീട്ടിൽ പോയിട്ട് ഡോറൊക്കെ കൊട്ടി നോക്കുകയാണ് കേട്ടോ. ആരും വരില്ല. പിന്നെ കോളിംഗ് ബെല്ലും അടിക്കണ്ട, ആരുമില്ല, അവിടെ ആരും ഇല്ല തോന്നുന്നു. ഇനിയിപ്പോൾ അയാളെ വീട് പൂട്ടി താക്കോൽ എവിടെയെങ്കിലും വെച്ചിട്ട് പോയേ എന്ന് പറഞ്ഞിട്ട് അർച്ചന തിരിച്ചിറങ്ങാൻ നേരത്ത് ഒരു കാറ് വരികയാണ് കേട്ടോ. കാറ് വരുന്ന നേരത്ത് അത് ജെ.കെ ആയിരിക്കും. ജെ.കെ കണ്ടതും ഡോർ തുറങ്ങി ഇറങ്ങിയതും തന്നെ അർച്ചനയ്ക്കാകെ ദേഷ്യം വരികയാണ് കേട്ടോ. നിങ്ങളോടല്ലേ ഇന്ന് പോകാൻ പറയാം, എന്താ മാഡം വന്നിരിക്കുന്നത്? ഞാൻ ഇന്നലെ ഇവിടെ എങ്ങനെ കഴിഞ്ഞു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണോ വന്നിരിക്കുന്നത്, വെള്ളവും വെളിച്ചവും ഇല്ലാതെ? പക്ഷേ ഞാൻ അതെല്ലാം ശരിയാക്കി കേട്ടോ, ബില്ല് തരുമ്പോൾ അതിൻ്റെ പൈസ ഞാൻ എന്താക്കിക്കോളാം എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ തന്നെ അർച്ചനയ്ക്ക് ദേഷ്യം വരികയാണ്. നിങ്ങളോടല്ലേ പോകാൻ പറഞ്ഞത്, പിന്നെ നിങ്ങൾ എന്താ ഇങ്ങനെ പറയണത് എന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് പാപ്പച്ചനും വരികയാണ് കേട്ടോ. പാപ്പച്ചനോട് പറയുക, ആ കാറിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അതങ്ങോട്ട് എടുത്ത് വെക്കി എന്നിങ്ങനെ പറയുമ്പോൾ അർച്ചന ചോദിക്കും, സാധനങ്ങൾ എടുത്ത് വെക്കാനോ? നിങ്ങളല്ലേ ഒഴിഞ്ഞു പോകാൻ പറഞ്ഞ് ഇന്ന് ശനിയാഴ്ചയാണ് എന്ന് പറയുമ്പോൾ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് വരുന്നതിന് തെറ്റ് പറയാൻ പറ്റുമോ? അത് തെറ്റല്ലല്ലോ, ഞാൻ താമസിക്കുന്ന അവിടേക്കല്ലേ സാധനങ്ങൾ വാങ്ങിയിട്ട് വരിക എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ അർച്ചനയ്ക്ക് വീണ്ടും ദേഷ്യം വരികയാണ് കേട്ടോ. നിങ്ങളെന്താ മനുഷ്യനെ കളിയാക്കുകയാണോ? നിങ്ങളല്ലേ ഇന്ന് ഒഴിവായി പോകണം പറയുന്നത്? ഞാനേ സാധനങ്ങൾ മാത്രമല്ല ഒരാളെയും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയേ. ആളെയോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതിനുശേഷം ജെ.കെ പോയിട്ട് കാറിൽ അമ്മ ഉറങ്ങുകയായിരിക്കും കേട്ടോ. അമ്മേ സ്ഥലം എത്തി ഇറങ്ങുക എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ അമ്മ ഇറങ്ങുകയാണ്. ആ അമ്മ ഇറങ്ങിയതും തന്നെ അർച്ചന പെട്ടെന്ന് തന്നെ അത് നോക്കുകയാണ് കേട്ടോ. നോക്കുമ്പോൾ അർച്ചനയ്ക്ക് അറിയാം, ഇത് സുമതി ടീച്ചറല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അർച്ചനയെ കണ്ടതും അതേപോലെ തന്നെ ആ അമ്മ അതേപോലെ, അയ്യോ ഈ കൊച്ചിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, അർച്ചനയല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ജെ.കെയും പാപ്പച്ചനും ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. അതേസമയം ആ അമ്മ ഇറങ്ങി വന്നതും അർച്ചന ടീച്ചറെ, സുമതി ടീച്ചറേ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. ഞാൻ പഠിപ്പിച്ച അർച്ചനയല്ലേ എന്ന് അങ്ങനെ ഒരു പരിചയം പഴുക്കുകയാണ്. ജെ.കെ അമ്മയ്ക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഞാനിവിടെ കുറേ കാലം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടിയാണ് ഇത് അർച്ചനയാണ് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം സുമതി ടീച്ചർ ചോദിക്കുന്നുണ്ട്, അർച്ചന എന്താ ഇവിടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവർ തമ്മിലിങ്ങനെ പരിചയപ്പെട്ട് നിൽക്കുന്ന ആ നിമിഷം ജെ.കെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. ടീച്ചറെ കണ്ടിട്ട് ഒരു തരം ഒരു അവസ്ഥയിൽ എങ്ങനെ ഞാൻ സംസാരിക്കുക എന്നുള്ള നിമിഷത്തിൽ അർച്ചന നിൽക്കുക.